നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ അതായത് 20/6/2026 ശനിയാഴ്ച വൈകിട്ട് റബ്ബർ വിലയും സ്വർണ്ണവിലയും. സ്വർണ്ണവില ഇന്ന് വൈകിട്ട് നോക്കുമ്പോൾ 1 ഗ്രാമിൻ്റെ മുകളിൽ 20 രൂപയും 1 പവൻ്റെ മുകളിൽ 160 രൂപയാണ് കൂടിയത്. ഡോളർ, രൂപ, വിനിമയ നിരക്ക്, ഇറക്കുമതി നികുതി കണക്കാക്കൽ എന്നിവ വിലയിരുത്തിയപ്പോഴാണ് ഇന്ന് കേരളത്തിലെ വില ഉയർന്നെന്ന് വ്യാപാരികൾ പറഞ്ഞു. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില താഴ്ന്നിട്ടും കേരളത്തിൽ ഉയർന്നു. വിശദമായി സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 13,390, 1 പവൻ 1,07,120. അതുപോലെ 24 ക്യാരറ്റ് 14,608, 1 പവൻ 1,16,864. അതുപോലെ 18 ക്യാരറ്റ് 10,956, 1 പവൻ 87,648. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിയാകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഈ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കുറയുകയാണ്. ഗ്രേഡ് RSS 4 കിലോ കോട്ടയം 274, RSS 5 കിലോ 269, ISN 226, ലാറ്റക്സ് 60% ഡിയാസിൽ 168. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ഡിയാസിൽ ഒട്ടുപാൽ കിലോ 167, 60% ഡിയാസിൽ ഒട്ടുപാൽ കിലോ 125 രൂപ 25 പൈസ. ഇനി കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 274, RSS 5 കിലോ 269. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1 രൂപയാണ് റബ്ബർ വിലയിൽ കുറഞ്ഞിരിക്കുന്നത്. എന്തായാലും 250 താഴെ പോകുകയാണെങ്കിൽ റബ്ബർ താങ്ങുവില കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മിക്ക റബ്ബർ കർഷകർ. മുഖ്യമന്ത്രിയും ധനമന്ത്രിയായ VD സതീശൻ്റെ കന്നി ബജറ്റിൽ റബ്ബറിന് താങ്ങുവില 280 പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെയാണ് നീറ്റ് UG പുനഃപരീക്ഷ. ഇന്ന് മോക്ക് ഡ്രിൽ, NDA മോക്ക് ഡ്രിൽ തിരഞ്ഞെടുത്ത നഗരങ്ങളിൽ. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ സുഗമവും സുരക്ഷിതവും സുതാര്യവുമായി നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ദേശീയ പരീക്ഷാ ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായ മോക്ക് ഡ്രിൽ നടത്തും. തിരഞ്ഞെടുത്ത നഗരങ്ങളിലാണ് മോക്ക് ഡ്രിൽ നടക്കുക. പരീക്ഷ നാളെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-നും 5:15 ഇടയിലാണ് പരീക്ഷ. വിദ്യാർത്ഥികൾ 1:30 മുമ്പ് പരീക്ഷാ ഹാളിൽ എത്തണം. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും രാജ്യത്തിന് പുറത്ത് 14 നഗരങ്ങളിലും പരീക്ഷ നടക്കും. ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള രഹസ്യ സാമഗ്രികൾ സുരക്ഷിതമായി കൊണ്ടുപോകാൻ ജില്ലാ ഭരണകൂടങ്ങൾ, പോലീസ് സേനകൾ, എസ്കോർട്ട് ടീമുകൾ എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഇപ്രാവശ്യമെങ്കിലും നല്ല രീതിയിൽ ഈ പരീക്ഷ നടക്കട്ടെ. കുട്ടികളുടെ ഭാവികളോർത്ത് എഴുതുന്ന മുഴുവൻ കുട്ടികൾക്കും വിജയാശംസകൾ. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും.